നിങ്ങളെ ധനികനാക്കാൻ ഒരു ചെടിക്ക് കഴിയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ അത്തരം ഒരു ചെടി ഉണ്ട് എന്ന് വിശ്വസിച്ചു പോരുന്നത്. ആ സസ്യമാണ് നീലക്കൊടുവേലി. നീലക്കോടുവേലി എന്ന് കേൾക്കാത്തവർ ചുരുക്കമാണ്. നാട്ടിനു പുറങ്ങളിൽ നീലക്കൊടുവേലി എന്ന ഔഷധ സസ്യം ഒരു അദ്ഭുത കഥാപാത്രമാണ്. എന്താണ് നീലക്കൊടുവേലി? ഹനുമാന് മൃതസഞ്ജീവനി എടുക്കാൻ പോയപ്പോൾ കൊണ്ടുവന്ന മലയിൽ നീലക്കൊടുവേലി ഉണ്ടായിരുന്നു എന്നതാണ് ഒരു ഐതിഹ്യം. പേര് നീലക്കൊടുവേലി എന്നാണെങ്കിലും ഇതിന്റെ പൂവ് ചുവപ്പും വെള്ളയുമാണ്. എന്നിട്ടും എങ്ങനെയാണ് ഇതിന് നീലക്കൊടുവേലി എന്ന് പേര് വന്നത് എന്നല്ലേ? ഇതിന്റെ തണ്ടിൽ ഒരു നീലരാശി ഉണ്ടെന്നും അതിനാലാണ് ഇതിനെ നീലക്കൊടുവേലി എന്ന് വിളിക്കുന്നത് എന്നുമാണ് പഴമക്കാരുടെ പക്ഷം. നീലഗിരി കുന്നിന്മേലെ പൂത്തുനിൽക്കുന്ന നീലക്കൊടുവേലിക്ക് അദ്ഭുത സിദ്ധികൾ ഉണ്ടെന്നാണ് വിശ്വാസം. ഇരുമ്പിനെ സ്വർണ്ണമാക്കാൻ കഴിവു നീലക്കൊടുവേലിക്ക് ഉണ്ടെന്നാണ് വിശ്വാസം. നീലക്കൊടുവേലി വീട്ടിൽ ഉണ്ടെങ്കിൽ ഐശ്വര്യം ഉണ്ടാകും എന്നാണ് വിശ്വാസം. ഇതിന്റെ പൂവ് വായിലിട്ട് ചവച്ചാൽ വായ പൊള്ളും എന്നും പറയപ്പെടുന്നു. ചെമ്പോത്ത് എന്ന പക്ഷി കൂടൊരുക്കുന്നത് നീലക്കൊടുവേലി ഉപയോഗിച്ചാണ് എന്നതാണ് മറ്റൊരു കഥ. അതിനാൽ ആരെങ്കിലും ചെമ്പോത്തിന്റെ കൂട് കണ്ടാൽ അയാൾ വലിയ ധനികനായി തീരും എന്നാണ് മറ്റൊരു വിശ്വാസം. ഇന്നും ഗ്രാമപ്രദേശങ്ങളിൽ കൊടുവേലിയും അതിന്റെ അദ്ഭുത സിദ്ധികളും പലരും പറഞ്ഞും വിശ്വസിച്ചും ജീവിക്കുന്നു. മണി പ്ലാന്റും വലംപിരി ശംഖും സമ്പത്ത് കൊണ്ടുവരും എന്ന് പറയുന്നത് പോലെ.